ഇന്നലെ ഞങ്ങൾ അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്നിപ്പോൾ തിരച്ചിൽ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സൂചനയാണ് നൽകിയത്. ജിതിൻ, എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഗംഗാവലി പുഴയുടെ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് സാധ്യത തെളിയുകയാണല്ലേ ജിതിൻ? തീർച്ചയായിട്ടും സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. കാരണം ഇവിടുന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടല്ലോ ഇപ്പോൾ പുഴയിലെ ഒഴുക്ക്. അത് നമ്മുടെ നാട്ടിലെ സാധാ പുഴയുടെ ഒഴുക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് മൺകൂമ്പാരങ്ങൾ പുതുതായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ക്രമാതീതമായിട്ട് തന്നെ നദീനിരപ്പും കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും സാധ്യത അസ്തമിക്കുന്നില്ല. എന്തായാലും ഇന്ന് പൂർവാധികം ശക്തിയോടെ തിരച്ചിൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്നലെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ SP-യുടെ ഭാഗത്തുനിന്നോ കളക്ടറുടെ ഭാഗത്തുനിന്നോ കിട്ടിയിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഉണ്ടായി. പിന്നെ ഇവർ ഇന്ന് നേവി ഇറങ്ങിയിട്ട് സ്പീഡ് ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രോഗ്രസ് ഉണ്ടാവും എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയിരുന്നു. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വിസിബിലിറ്റിയുടെ കാര്യത്തിലും ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ആ കലക്കവെള്ളം മാറി അല്ലേ ജിതിൻ? അതെ, തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട്, വിസിബിലിറ്റി കൂടിയിട്ടുണ്ട്. ശരിക്കും ജിതിൻ, ഇപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴേ നമ്മൾ അന്ന് പോകുന്ന സമയത്തുള്ളതിനേക്കാൾ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, വ്യക്തവുമായിട്ടുണ്ട്, വെള്ളം തെളിയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് കൂടുതൽ മണൽക്കൂനകൾ രൂപപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ പലയിടങ്ങളിൽ നിന്നായിട്ട് സിഗ്നൽ കിട്ടുന്നുണ്ടോ? അതോ നമ്മൾ അന്ന് ഉറപ്പിച്ച ഈ സ്പോട്ട് 1, സ്പോട്ട് 2, സ്പോട്ട് 3, കോൺടാക്ട് 1, കോൺടാക്ട് 2 എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ തന്നെയാണോ ഇന്നും തെരച്ചിൽ നടക്കുക? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുക. അന്നൊരു സ്ട്രോങ് സിഗ്നൽ കിട്ടിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതായത് ഒരു ദൃക്സാക്ഷി എന്ന് പറഞ്ഞത് പ്രകാരമുള്ള ഒരു സ്ഥലത്തായിരുന്നു സ്ട്രോങ് സിഗ്നൽ ലഭിച്ചത്. എനിക്ക് തോന്നുന്നത് ആ ഏരിയ കേന്ദ്രീകരിച്ചായിരിക്കും മിക്കവാറും അവർ പൂർണ്ണ രീതിയിലൊരു തിരച്ചിലേക്ക് മാറുക എന്നാണ് ഞാൻ കരുതുന്നത്. ജിതിനിപ്പോ അവിടെ നിന്ന് നോക്കിയാൽ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തന്നായിരിക്കും. ജിതിന് അന്ന് അവസാനം കണ്ട ആ സ്പോട്ട് ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന സ്പോട്ട് ഒന്ന് പ്രേക്ഷകരെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നായിരിക്കും. ജിതിൻ മഞ്ഞപ്പാടി ഒന്ന് ജിതിൻ കാണിക്കുന്നിടത്തേക്ക് ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്താൽ തന്നായിരിക്കും. രഞ്ജിത്ത്, സ്പോട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അവിടെ അവിടെ ഒരു മരം പൊന്തി കിടക്കുന്ന കണ്ടില്ല, അവിടെ ഒരു സ്പോട്ട് ഉണ്ട്. പിന്നെ ഈ മൺകൂമ്പാരത്തിൻ്റെയും ഈ കരയുടെ നടുഭാഗത്തായിട്ടാണ് പിന്നെ അടുത്തത് അവർ പറഞ്ഞത്. അങ്ങനെ 2 സ്പോട്ടായിരുന്നു അന്ന് ഒരു സ്ട്രോങ് സിഗ്നൽ എന്ന് പറഞ്ഞ് വെച്ചൊരു സ്പോട്ട്. ഓക്കെ, അപ്പോൾ ആ 2 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും നാവികസേനയുടെ സ്കൂബ സംഘവും ഇറങ്ങുന്നത് അല്ലേ? ആയിരിക്കും, അത് തന്നെയാണ് നമ്മുടെയും പ്രതീക്ഷ. അവർ സ്ട്രോങ് സിഗ്നൽ കിട്ടി. കാരണം അന്ന് മേജർ ഇന്ദ്രപാലൻ സാർ കൊടുത്ത റെക്കോർഡ്സ് എന്തായാലും അവരുടെ കയ്യിലുണ്ടാവുമല്ലോ. അത് പ്രകാരം തന്നെ ആയിരിക്കും അവർ തിരച്ചിൽ പുനരാരംഭിക്കുക എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഒരു കാര്യം കൂടി ജിതിൻ, നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് ആ ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്നലെ ഒരു ക്ലാരിറ്റി കിട്ടി. നിർഭാഗ്യവശാൽ അന്ന് വന്ന എക്സ്പേർട്ട് കമ്മിറ്റി ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ആ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഡ്രഡ്ജിങ് നടത്താൻ കഴിയില്ല ഇവിടെ ഈ സാഹചര്യത്തിൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നിനിപ്പോൾ നാവികസേനയുടെ സ്കൂബ സംഘം വന്നാലും ഈ മണ്ണ് മാറ്റേണ്ടി വരില്ലേ? നമ്മൾ കാണുന്ന അത്രയും വലിയൊരു മൺകൂന ഇവിടെ കിടക്കുന്നത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടാവുമോ? തീർച്ചയായിട്ടും അതിനൊരു സംവിധാനം കാണേണ്ട ആവശ്യകത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള ഒരു മൺകൂമ്പാരം തന്നെയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ തെരച്ചിലിനെ ബാധിക്കുമെങ്കിൽ അവർക്ക് ആ മണ്ണ് മാറ്റേണ്ട ആവശ്യകത വന്നു ചേരാം. അവരെന്താണ് അത് പറയുന്ന കാരണം എന്ന് എനിക്കറിയില്ല. കാരണം ഫോർനോട്ടിൽ വരെ ആ ഉപകരണം ഇവിടെ വെള്ളത്തിൽ ഇറക്കാമെന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഫോർനോട്ടിൽ താന്ന സ്ഥിതിക്ക് അതിൽ മറ്റ് തടസ്സങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അന്വേഷണം നടക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായും നമ്മളും അത് പ്രതീക്ഷിക്കുന്നു. ജിതിൻ ചൂണ്ടിക്കാണിച്ച ആ സ്ഥലത്ത് നമ്മൾ അവസാനം കോൺടാക്ട് 1, കോൺടാക്ട് 2 എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ജിതിൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അധികാരികളെ വിളിക്കുകയോ മറ്റെന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? ഉണ്ട്, ഞാൻ കളക്ടറായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ മോർണിംഗ് ആയിട്ടേ ഉള്ളൂ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ കളക്ടറായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ഔദ്യോഗിക വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അതിനുശേഷം ജിതിൻ ഞങ്ങളുടെ അഭിലാഷമായിട്ടൊന്ന് ബന്ധപ്പെട്ടുള്ളൂ. തീർച്ചയായും നമുക്ക് ഇവിടെ നിന്നും നമ്മൾ ഇന്നലെ തന്നെ മിനിസ്റ്ററുമായി സംസാരിച്ചിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണ സഹകരണമുണ്ടെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് അവിടെ എന്തുപകരണമാണ് എത്തിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊന്ന് കളക്ടറുടെ അഭിപ്രായം എടുത്തിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം എന്താണെന്ന്. ഞങ്ങളുടെ പ്രതിനിധി അവിടെ തുടരും, തത്സമയം തന്നെയുണ്ട്. കാര്യം നമ്മുടെ ഇനി ജിതിനോടൊപ്പം മാത്രമേ മടങ്ങൂ, അർജുനോടൊപ്പം മാത്രമേ മടങ്ങാവൂ എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ തുടരും. കേട്ടോ ജിതിൻ? അഭിജിത്തും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കൂടെ? താങ്ക് യു സർ. അഭിജിത്ത് ഉണ്ട് കൂടെ ഉണ്ട്. ഓക്കെ, ശരി.